ചങ്ങായിമാരെ, ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലെ അതിമനോഹരമായ ഒരു വാട്ടർഫോൾസിൻ്റെ മുന്നിലാണുള്ളത്. ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി വെച്ചാൽ കൊടൈക്കനാൽ മധുര റൂട്ടിലാണുള്ളത്. ഏതാണ്ട് 180 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് വരുന്നത്. ഇതിൻ്റെ മുകളിലൊരു തടാകമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ആ തടാകത്തിൽ നിന്നുള്ള വെള്ളമാണ് ഈ പാറക്കെട്ടിലൂടെ ഒലിച്ചിതാവുന്ന ഈ വെള്ളച്ചാട്ടം. അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. ഇത് മഴക്കാലത്താണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഭംഗി കാണാൻ പറ്റും നിങ്ങൾക്ക്. വേറൊരു കാര്യം, ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വില്ലനുണ്ട്. ആ വില്ലനെ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലന്മാർ. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫുഡ് ഐറ്റംസ് ഒന്നും ഈറ്റിങ്ങൾക്ക് കൊടുക്കരുത്, ഈ കുരങ്ങന്മാർക്ക് കൊടുക്കരുത്. അത് അലൗഡ് അല്ല ഇവിടെ. അടുത്ത് നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. കൊടൈക്കനാലിലെ ഒരു അതിമനോഹരമായ വേറൊരു സ്ഥലമാണ് പില്ലർ റോക്ക്. ഇവിടെ കയറാൻ 10 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഇവിടെ കാര്യമായിട്ടെന്ന് വെച്ചാൽ റീൽസ്, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നല്ല മൂടൽ മഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് റോക്ക് കാണാൻ പറ്റില്ല. പില്ലർ റോക്ക് എന്ന് പറഞ്ഞാൽ 2 മലകൾ ചേർന്നിട്ടുള്ളതാണ്. അത് കാണാൻ കഴിയുന്നില്ല. അടിപൊളി മനോഹരമായ ദൃശ്യമാണ് കേട്ടോ ഇത്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷന് കോക്കസ് വോൾക്കിലാണ് പോകുന്നത്. അതേപോലെ ഇവിടെ കയറാൻ 10 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ ഇവിടുന്ന് നമുക്ക് ടെലിസ്കോപ്പിക് വഴി ദൃശ്യങ്ങൾ കാണാം. അതും 20 രൂപയാണ് ചാർജ് വരുന്നത്. ഇവിടെ മോർണിംഗ് 6 മണി തൊട്ടിട്ട് ഈവനിങ് 7 മണി വരെയാണ് അലൗഡ് ഉള്ളത്, മറക്കണ്ട. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് ആയിക്കോട്ടെ, മറ്റുള്ള ഐറ്റംസ് ആയിക്കോട്ടെ, അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കാര്യങ്ങൾ കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴേക്ക് നോക്കുന്നതിനുള്ള ദൃശ്യം അതിമനോഹരമായ ദൃശ്യമാണ്. കാരണം വെച്ചാൽ ചെറിയ ചെറിയ വീടുകളും അതുപോലെ തന്നെ മൂടൽ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു കുറി വരേണ്ടതാണ് നിങ്ങൾ. ഈ കാണുന്നത് മുതലിന് കേട്ടോ, പക്ഷെ ഭയങ്കര റേറ്റ് ഉണ്ട്. 800 റുപ്യാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി സംഭവം തന്നെയാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഇപ്പോൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വർക്കുകൾ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇനിയും ഡെവലപ്പ് ആക്കുമെന്ന് തോന്നുന്നു. അവിടുന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങിയാലുള്ള കാണുന്ന കാഴ്ചയാണ്. അടിപൊളിയല്ലേ? ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് പറയുന്നത്. പക്ഷേ ഫാക്ടറി അല്ല, ചെറിയൊരു പീടികയാണ്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള പീടി തന്നെയാണ്. ഇത് സ്വന്തമായിട്ട് ഇവർ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. ഇവർ തന്നെ വീട്ടിൽ നിന്ന് തന്നെ മേക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നാട്ടിലേക്ക് പോകുന്നത് എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് വെച്ചാൽ ചോക്ലേറ്റ്സ് എല്ലാം മേടിക്കുകയാണ് ഇവിടുന്ന്. ഇതേപോലത്തെ മിക്ക പീടികയിൽ എഴുതിയുള്ള ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടാണ്, പക്ഷെ ഫാക്ടറി എന്നല്ല. അവിടുന്ന് നേരെ നമ്മൾ വന്നത് ലേക്കിലേക്കാണ്. ലേക്കിൽ വിശേഷങ്ങൾ കാണാൻ വെച്ചിട്ട് വന്നതാണ്. എല്ലാം സവാരിക്കൊണ്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഊട്ടി കണ്ടതിനാൻ കട്ടി നല്ല വൃത്തി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ വരുന്നുണ്ട് ഒരു 5 മണി, ഈവനിങ്ങിൽ ഒരു 5 മണി ടൈമിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് സവാരിയുടെ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം ഞങ്ങൾ വന്നതെന്ന് വെച്ചാൽ 2 മണി ആ ടൈമിനാണ് ഉച്ചക്കുള്ളത്. അതുകൊണ്ട് നല്ല വെയിലാണ് ഇവിടെ. ബോട്ട് സവാരി നമുക്ക് നടത്താൻ കഴിയില്ല. ജസ്റ്റ് ഇതാ ഈറ്റിങ്ങളെല്ലാം പോകുന്നത് നമ്മൾ കണ്ടിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. എല്ലാതെയും വേറെ പരിപാടിയുണ്ടേ. അതേപോലെ പെഡൽ ബോട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ 2-2:30 ആയിന് ഇവിടെ എത്തുന്നേരം, അതാണ് പ്രശ്നം. മറ്റുള്ള തടാകത്തിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഇത് കേട്ടോ. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലെ തടാകത്തിലേക്കുകളെല്ലാം പോയിനെങ്കിൽ തന്നെ ഇതേപോലത്തെ ഒരു വെള്ളം എന്താ പറയുക പമ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് മനോഹരമായിട്ടാണ് പമ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബോട്ടിലെല്ലാം പോകുന്നതാണ് അതിൻ്റെ അടുത്തോട്ടെല്ലാം ഒന്ന് പോകാമായിരുന്നു. ബട്ട് എന്താ പറയുക, ഉച്ചയായതുകൊണ്ടാണ് ഞങ്ങൾ കയറാത്തത്. തോക്ക് കണ്ടത് റംഷി നേരെ ഗണ്ണെടുത്ത് ഫയർ ചെയ്യാൻ തുടങ്ങി.
ഇതുണ്ടോ, രണ്ടാൾക്കാർക്ക് പോകാൻ പറ്റുന്ന സൈക്കിളാണ്. ഇതിന് ചാർജ് വരുന്നത് വെച്ചാൽ 150 സിംഗിൾ ആണെങ്കിൽ 100 രൂപയാണ് വരുന്നത്. നല്ല ബിസിനസ്സാണ് കേട്ടോ സൈക്കിൾ സവാരിൻ്റെ. കാരണം 3/4 മണിക്കൂറിനാണ് 100 രൂപ മേടിക്കുന്നത്. തൽക്കാലം നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ലൊരു ട്രിപ്പായി വരുന്നത്. എല്ലാവർക്കും ശുഭദിനം.